സംസ്ഥാന സർക്കാർ സാഹിത്യകാരന്മാരോട് പ്രത്യേകിച്ച് കവികളോട് അവഗണനയും വിവേചനവും കാണിക്കുന്നുണ്ടോ? ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം മറ്റേ യാത്രാപ്പള്ളിയുടെ പേരിലല്ല, സർക്കാരിൻ്റെ ഈ നയം തുറന്നു കാണിക്കാൻ, തൻ്റെ അനുഭവത്തെ മുൻനിർത്തി തുറന്നു കാണിക്കാനാണ് ശ്രമിച്ചതെന്ന്. അത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് മെസ്സേജ് അത് നമ്മുടെ CICC ജയേന്ദ്രനാണ് ഫേസ്ബുക്കിലേക്ക് ഇടുന്നത്. ജയേന്ദ്രൻ്റെ ഫേസ്ബുക്കിലാണ് ഇത് വരുന്നത്. അതിലും ഉണ്ടായിരുന്നു ഈ മലയാളി എനിക്ക് ഇട്ട വില 2500 രൂപയാണ്. വാസ്തവത്തിൽ സാഹിത്യ അക്കാദമി എന്ന മുച്ചീട്ടുകളി സംഘം അവർ ബാലേന്ദ്രനിട്ട വിലയാണ് 2400 രൂപ. ഇത് മലയാളി എന്ത് പഴിച്ചു? ഇപ്പോഴും ബാലേന്ദ്രൻ പറയുന്നത് സർക്കാരും സമൂഹം എന്ത് ചെയ്യണമെന്നേ. അതെ അതെ, സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ബാലേന്ദ്രൻ എഴുതിയ കവിത വായിക്കാം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം, ബാലേന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാം, ബാലേന്ദ്രനോട് മാന്യമായിട്ട് പെരുമാറാം, കവിതകൾ ചൊല്ലാം, ആ കവിതകൾ സമാഹരിച്ച് പുസ്തകമാക്കുമ്പോൾ അത് വാങ്ങാം. ഇതൊക്കെയാണ് സമൂഹത്തിൽ എന്നെയും സുനിലിനെയും പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ബാലേന്ദ്രൻ്റെ പ്രതിഫലം നിശ്ചയിക്കുക, ബാലേന്ദ്രനെ ഒരു പരിപാടിക്ക് വിളിക്കാനുള്ള ആരോഗ്യം പോലും നമുക്കില്ല, എന്നിട്ട് വേണ്ടേ പ്രതിഫലം നിശ്ചയിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ ഈ നാട്ടുകാരുടെ നേർക്ക് എന്തിനു തിരിയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു തമാശയാണ്. ഇപ്പോഴും നോക്കൂ, ഈ സച്ചിദാനന്ദൻ്റെ നേർക്കല്ല എൻ്റെ ഇരിക്കുന്നത്, നിങ്ങളുടെ നേർക്കാണ്. നമ്മുടെ പേടിയാണോ ബാലേന്ദ്രന്? എനിക്കറിയില്ല. ഈ പണ്ട് ചെറുപ്പത്തിൽ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, അത് ആരെഴുതിയതാണെന്ന് അറിയാമില്ല. അവളെന്നെ പറ്റിച്ചിട്ടോടിപ്പോയി, അവളുടെ തന്തയുടെ കരണത്തടിക്കുവാൻ ചുണയില്ലേ നിങ്ങൾക്ക് നാട്ടുകാരെ. കൃഷ്ണകഥ പോലെ ഉണ്ടല്ലോ. എന്നുവെച്ചാൽ അവൾ പറ്റിച്ചിട്ട് ഓടിപ്പോയി. അവളുടെ അച്ഛനും പറഞ്ഞു ഇവളെ നിനക്ക് കെട്ടിച്ചു തരാൻ. അവൾ ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇനി അച്ഛനാണ് ബാക്കിയുള്ളത്. അവളിവിടെ മറ്റവൻ്റെ കൂടെ പോയല്ലോ. ഈ തന്തയുടെ കരണത്തടിക്കാൻ നാട്ടുകാരെ നിങ്ങൾക്ക് ചുണയില്ല എന്നാണ്. ഇവന് ചുണയില്ല, നാട്ടുകാരോട് എന്ന് പറയുന്ന പോലെ ബാലേന്ദ്രൻ പറയുന്നത് ഈ സാഹിത്യ അക്കാദമി എനിക്ക് 2400 രൂപയെ തന്നുള്ളൂ, അതെനിക്കൊരു വിഷയമല്ല. അവരുടെ തന്തയുണ്ടല്ലോ കേരള സർക്കാർ, അതിൻ്റെ കരണം തടിക്കുവാൻ ചുണയുണ്ടോ നിങ്ങൾക്ക് നാട്ടുകാരെ എന്നാണ് ബാലേന്ദ്രൻ്റെ ചോദ്യം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറ. നമ്മളിതിലൊന്നും ഉത്തരവാദികളല്ല, ജനങ്ങൾ ഉത്തരവാദികളല്ല. ബാലേന്ദ്രൻ പറയുന്നതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. ഇത് വെറുതെ ഒന്നുമല്ല. ഞാനിത് അന്വേഷിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരെ. സച്ചിദാനന്ദൻ ബാലേന്ദ്രന് അപരിചിതനല്ല. ബാലചന്ദ്രന് സച്ചിദാനന്ദനെ നന്നായിട്ടറിയാം, സച്ചിദാനന്ദന് തിരിച്ചു അറിയാം, ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ഇതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ മാമാങ്കത്തിൽ 2 അന്താരാഷ്ട്ര കവികൾ, അവർ മലയാളികളാണ്, കുറഞ്ഞ പക്ഷം അവരുടെ അച്ഛൻ മലയാളിയാണ്. അവർ ലോഞ്ച് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു മൊത്തത്തിൽ ഈ പരിപാടി. അതാരാണാവോ? അത് നമ്മുടെ സച്ചിദാനന്ദൻ്റെ മകൾ സബിത. ആ കുട്ടി ഒരു മഹാകവിയാണ്, നമുക്കറിയാമല്ലോ. മകളെ നിനക്ക് വേണ്ടി അല്ലേ? പിന്നെ KG ശങ്കരപ്പിള്ളയുടെ മകൻ, അദ്ദേഹവും മഹാകവിയാണ്. അപ്പോൾ ഈ 2 മഹാകവിമാരെ വിമാനത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഫുൾ ഫ്ലൈറ്റ് ഫെയർ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ താമസിക്കാനൊക്കെ 2 പേരുടെ അച്ഛന്മാർ, KG ശങ്കരപ്പിള്ള ഇതുപോലൊരു കൊമ്പനാണില്ല, സച്ചിദാനന്ദനാണോ താനാണോ വലുതെന്ന് തീരുമാനിച്ച് അങ്ങനെ 2 പേര് നിൽക്കുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനും മറ്റേ വേറൊരു ആനയും എന്നൊക്കെ പറഞ്ഞ പോലെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ 2 പേരുടെയും മക്കൾ ഇംഗ്ലീഷിൽ കവിത എഴുതി അന്താരാഷ്ട്ര പ്രശസ്തി നേടി. മലയാളത്തിൽ കവിത എഴുതിയില്ല, നമ്മുടെ ഭാഗ്യം. അതെ, ഈ കവികളെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഹാനാടകം, ഈ മൊത്തം അന്താരാഷ്ട്ര കലോത്സവം 6-7 ദിവസം എടുത്ത് ചെയ്തത് ഈ 2 പേരെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ലോഞ്ച് ചെയ്തതിൻ്റെ ഫോട്ടോയും സംഗതിയൊക്കെ ആയിട്ട് പലവിധ വീക്കിലുകൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഇവർ നാളെ മഹാകവിയായിട്ട് വാഴ്ത്തപ്പെടും. അപ്പോഴത്തേക്ക് ഞാനും സുനിലൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ട് കാണും. നമ്മുടെ പിള്ളേർ ഈ മഹാകവയിത്രി സബിതയെയും മഹാകവി ആദിത്യ ശങ്കറോ അങ്ങനെ എന്തോ ഇവരെയൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഈ കലാപരിപാടിയാണ് നടന്നത്. ഇത് ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ബാലേന്ദ്രൻ 2400 രൂപ കൊടുക്കുക, എന്നിട്ട് ഈ മഹാകവികളെ ഫ്ലൈറ്റ് ഫെയർ കൊടുത്ത് കൊണ്ടുവരിക. അവർ സ്വന്തം മക്കളാണേ. അതെ അതെ,
ഫ്ലൈറ്റ് ഫെയർ കൊടുത്ത് കൊണ്ടുവരിക, താമസിപ്പിക്കുക. ഇത് കൂടാതെ നമ്മുടെ TM കൃഷ്ണ എന്ന് പറഞ്ഞ സംഗീതജ്ഞൻ, ഇദ്ദേഹമുണ്ട്. അപ്പം അദ്ദേഹത്തിന് 3 ലക്ഷം രൂപയാണ് പ്രതിഫലം. ചിലവ് വേറെ, മറ്റേ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വരിക, യാത്ര ചെയ്യുക, ഇതൊക്കെ. താമസം. TM കൃഷ്ണ 3/4 മണിക്കൂർ നേരം മോദിക്കെതിരെ പ്രസംഗിച്ചു. 15 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ സംഗീതം. TM കൃഷ്ണയുടെ സംഗീതം അറിയാമല്ലോ. പുള്ളി ആംഗ്യം കൊണ്ട് ചെമ്മൻകുടി ശ്രീനിവാസയ്യരും ശേഷാചാര്യയും ഒക്കെ ആകുന്ന ആളാണ്. ശേഷാചാര്യയുടെ സുപ്രസിദ്ധമായ ഇതുണ്ട്, പാഹിറാമ ചന്ദ്രമാധവ, ഇങ്ങനെ മാധവയല്ല രാഘവ. അപ്പോൾ ഈ ഈ സാധനമൊക്കെ TM കൃഷ്ണൻ നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഞാനും ശേഷാചാര്യയാകും, അല്ലെങ്കിൽ ചെമ്മൻകുടിയാകും. ഇതാണ് TM കൃഷ്ണയുടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാന അജണ്ട മോദിയെ തെരുവിളിക്കലാണ്. അപ്പോൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആകുന്നു. 3 ലക്ഷം രൂപ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രകാശ് രാജ്. പ്രകാശ് രാജ് വന്നിട്ട് ഊടുപാട് തന്തയെ കൂട്ടി ചീത്ത പറഞ്ഞു. മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് എത്ര രൂപ കൊടുത്തു എന്നറിയാൻ മേല. പക്ഷേ ഇതാണ്, ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റും ബാക്കി സൗകര്യങ്ങളും ഒക്കെ കൊടുത്തു. ബാലേന്ദ്രൻ 2400 രൂപ. സാഹിത്യ അക്കാദമിയിൽ പഴയ ആൾക്കാരോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, സാഹിത്യ അക്കാദമിയിലെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ വരുമ്പോൾ അയാളുടെ യാത്രക്കൂലി, ഓർഡിനറി ട്രെയിൻ അല്ലെങ്കിൽ അതിൽ AC ഉണ്ടെങ്കിൽ AC ചാർജ്, പോകാനും വരാനും ഉള്ള കാശ് ഇൻറ്റു 1.5, 1.5 ഇരട്ടി കൊടുക്കും. അതനുസരിച്ച് നിയമാനുസൃതം ബാലേന്ദ്രന് അവിടുത്തെ കണക്കനുസരിച്ച് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോവുക, തിരിച്ചു വരിക, ഇൻറ്റു 1.5. ഈ 1.5 ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ള ചിലവ്, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സാഹിത്യ അക്കാദമിയിൽ എത്താനുള്ള ചിലവ്, ഇടയ്ക്ക് വല്ല ചായയോ വെള്ളമോ എല്ലാം കുടിക്കണമെങ്കിൽ അതിനുള്ള ചിലവ്. ഇതുകൊണ്ടാണ് ഈ 0.5 കൂട്ടി വയ്ക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ അർഹതപ്പെട്ട കാശ് ബാലേന്ദ്രനാണ്. ബാലേന്ദ്രൻ 2 മണിക്കൂർ പ്രസംഗിച്ചു. 2 മണിക്കൂർ കുമാരനാശാൻ്റെ കരുണയെപ്പറ്റി പ്രസംഗിച്ചു, ബുദ്ധനെപ്പറ്റി പറഞ്ഞു, ശങ്കരനെപ്പറ്റി പറഞ്ഞു, ആധ്യാത്മികതയെപ്പറ്റി പറഞ്ഞു. കുമാരനാശാൻ്റെ വരികൾക്ക് കുമാരനാശാൻ എന്താണ് അർത്ഥം കൽപ്പിച്ചതെന്ന് വിസ്മയിപ്പിക്കും വിധം പ്രസംഗിച്ചു. ഒരു വാക്ക് മോദിക്കെതിരെ പറഞ്ഞു. അതാണ് കുഴപ്പമായത്. മാനസാക്ഷിയില്ലാത്തവൻ. 2400 മതി. അത് തന്നെ കൊടുത്ത ഭാഗ്യം. എത്ര ചട്ടമെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതികളാ. ഇതാണ് ബാലേന്ദ്രൻ ചെയ്ത കുറ്റം. ബാലേന്ദ്രൻ ഈ കരുണ, കുമാരനാശൻ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പാവം, ബാലേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് നിഷ്കളങ്കനുമാണ്. ഈ കളികൾ കുറച്ചൊക്കെ മനസ്സിലാവും, എന്നാലും ബേസിക്കലി ഉള്ളിലൊരു ശുദ്ധനാണ്. അപ്പോൾ ബാലേന്ദ്രൻ അത് സീരിയസ് ആയിട്ട് എടുത്തു. കുമാരനാശൻ്റെ കരുണ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര സാധനമാണ്. ചെറിയൊരു ബുക്കാണെങ്കിൽ പോലും ചെറിയൊരു ഖണ്ഡകാവ്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥവ്യാപ്തി യൂണിവേഴ്സലാണ്. 3 മാസം ബാലേന്ദ്രൻ പ്രിപ്പയർ ചെയ്തത്. 3 മാസം പലരും കൺസൾട്ട് ചെയ്തു, ഈ വാക്കിന് എന്തായിരിക്കും ആശാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെല്ലാം തയ്യാറാക്കി. അതുകൊണ്ടാണ് 2 മണിക്കൂർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയത്. അപ്പോൾ കരുണാകാവ്യത്തെപ്പറ്റി 2 മണിക്കൂർ സംസാരിക്കണമെങ്കിൽ എത്ര പ്രിപ്പയർ ചെയ്ത് കാണും. പക്ഷേ ഇവർ നോക്കിയത് ഇപ്പോൾ വിമർശിക്കും, ഇപ്പോൾ മോദിയെ ചീത്ത പറയും, ഇപ്പോൾ മോദിയെ ചീത്ത പറയുമെന്ന് ഞാൻ പറഞ്ഞില്ല. 1 മണിക്കൂർ 53 മിനിറ്റും കുറച്ച് സെക്കൻഡും ഉണ്ട് ബാലേന്ദ്രൻ്റെ പ്രസംഗം യൂട്യൂബിലുണ്ട്. എങ്ങും തന്നെ മോദിയെ കുറ്റപ്പെടുത്തുന്നുമില്ല, പിണറായിയെ സ്തുതിക്കുന്നുമില്ല. ആദ്യത്തെ ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തേതെങ്കിലും ചെയ്യണ്ടേ? ഇതിനെല്ലാം കാരണഭൂതനായ പിണറായി വിജയന് നമസ്കാരം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ കാശ് കൂട്ടിക്കൊടുത്തേനെ. ഇത് TM കൃഷ്ണൻ ചെയ്തു, മറ്റേ പ്രകാശ് രാജ് ചെയ്തു. പിന്നെ മക്കളെ ആകെകളായിട്ട് ലോഞ്ച് ചെയ്യാനുള്ള അവരുടെ അജണ്ട അവർ ഭംഗിയായിട്ട് നടത്തി. ബാലേന്ദ്രൻ മാത്രം 2400 രൂപ. ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ ഇത് ചെയ്തത്. ആകെ എനിക്കതിൽ പരാതിയുള്ളത്, ഈ സമൂഹത്തെയും നാട്ടുകാരെയും കുറ്റം പറയരുത്. നിങ്ങൾ അവളുടെ തന്തയുടെ കരണത്തെറിക്കാൻ ഞങ്ങൾക്ക് ചുണയില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ഈ ബാലേന്ദ്രൻ ഉന്നയിക്കുന്നതിൽ ഒരു പ്രശ്നം കൂടെയുണ്ട്. ഇപ്പോൾ മോഹൻലാലിന് കിട്ടുന്ന പ്രതിഫലം ബാലേന്ദ്രന് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ശോഭനയുടെ ഡാൻസിന് കൊടുക്കുന്ന പ്രതിഫലം ബാലേന്ദ്രൻ്റെ കവിതയ്ക്ക് കൊടുക്കുമാരെങ്കിലും. ഈ ഇതുണ്ട്, സംഗീതമപി സാഹിത്യം സരസ്വത്യ സ്തനദ്വയം എന്ന് പറയും. സംഗീതവും സാഹിത്യവും. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സാഹിത്യത്തിൻ്റേതായ സ്തനം അല്പം ചെറുതും ചുരുങ്ങിയതും ചളുങ്ങിയതും പാല് കുറവുള്ളതൊക്കെയാണ്. ഇനി വല്ലാത്ത സാമർഥ്യം വേണം അത് ആസ്വദിക്കാൻ.
അപ്പോൾ ആ ക്ലാസ് ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. യേശുദാസിൻ്റെ ഗാനമേള നടക്കുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ശ്രീകുമാരൻ തമ്പി, മരിച്ചുപോയ വയലാർ രാമവർമ്മ ഇവരെയൊക്കെ ചേർത്തിട്ട് കവി സമ്മേളനം നടക്കുന്നു. ആളെവിടെയായിരിക്കും കൂടുക? യേശുദാസിനാണ്. അപ്പോൾ യേശുദാസിൻ്റെ പ്രതിഫലം ഇവർക്ക് കിട്ടണം എന്ന് ഇവർ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ശരിയല്ല. ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവും. ബാലേന്ദ്രനും ഇത് നന്നായിട്ട് അറിയാൻ കിട്ടും. ബാലേന്ദ്രൻ പറയുന്നത് ഇങ്ങനത്തെ അന്യായം നടക്കുന്നു. ഇപ്പോൾ ഈ ഞാനിതെല്ലാം കൂടെ വലിച്ച് പുറത്തിടാനും അന്വേഷിക്കാനും ഒക്കെ കാര്യം എന്താ? ബാലേന്ദ്രൻ ഇത് പബ്ലിക് ആക്കിയത്. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ പറയുന്നത് പ്രൈവറ്റായിട്ട് എനിക്ക് കാശ് തന്നത് സെറ്റിൽ ചെയ്യേണ്ട, ഇതൊരു പബ്ലിക് വിഷയമാണ്. കാരണം ബാലേന്ദ്രൻ ഇത് ചെയ്തുകൊണ്ട് എന്തായി? ഞാൻ ഇവരെ അന്വേഷിച്ചു. ഇവരുടെ ഈ മക്കൾ രാഷ്ട്രീയം ഇതാണ്. ഈ പരിപാടി ഉണ്ടാക്കിയത് തന്നെ കെ ജി ശങ്കരപ്പിള്ളയുടെ മകനെയും സച്ചിദാനന്ദൻ്റെ മകളെയും ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ റോക്കറ്റ് കൊണ്ടുപോയിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കുമല്ലോ ഭ്രമണപഥത്തിൽ. അങ്ങനെ ഭ്രമണപഥത്തിൽ സക്സസ്ഫുള്ളായിട്ട് വിക്ഷേപിച്ചു. അപ്പം ഈ ഭ്രമണം നടക്കുന്നത് നമ്മുടെ കാശ്, സർക്കാരിൻ്റെ കാശല്ലേ. സച്ചിദാനന്ദൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലേന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു മോദിക്കെതിരെ, അല്ലെങ്കിൽ പിണറായിയെ സ്തുതിച്ചുകൊണ്ട് ബാലേന്ദ്രന് ഈ 2040 എന്നുള്ളത് ടപ്പെന്ന് പറഞ്ഞ് 25,000 കൂട്ടി കിട്ടിയാൽ. ഏതായാലും നമ്മുടെ ശ്രീകുമാരൻ തമ്പിയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും നടത്തിയ പ്രതികരണത്തിലൂടെ അവിടെ നടന്ന യഥാർത്ഥ കളികൾ ലോകം അറിയാൻ ഒരു കാരണമായി. അതെ, ഇനി കൂടുതൽ കളികൾ പുറത്തു വരാനുണ്ട് കേട്ടോ. അതെ, ഇത് ബാലേന്ദ്രൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അതെ, ഒരു കതിനയ്ക്ക് തീ കൊളുത്തിട്ട് ബാലേന്ദ്രൻ മാറി. ഇനിയിപ്പോൾ അത് എവിടെയൊക്കെ ചെന്ന് പൊട്ടു എന്നുള്ളത് കണ്ടറിയണം. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.